ES ട്രാവലിൻ്റെ ഒരു പുതിയ ട്രാവൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് റൈഡേഴ്സിനും അതുപോലെ തന്നെ ട്രാവലേഴ്സിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായ ധനുഷ്കോടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇന്നലെ രാത്രി തന്നെ മധുര എത്തി. മധുരയിൽ ഒരു റൂം എടുത്ത് സ്റ്റേ ചെയ്തു. രാവിലെ ഏർലി മോർണിംഗിൻ്റെ ട്രെയിനിന് നമുക്ക് രാമേശ്വരത്തേക്ക് പോകാനെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മധുരയിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് രാമനാഥപുരം എന്ന് പറയുന്ന സ്ഥലം വരെ നമുക്ക് ട്രെയിനിൽ പോയിട്ട് അവിടുന്ന് അങ്ങോട്ട് കിട്ടുന്ന വണ്ടിയിൽ പോകാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി തൊട്ട് മുന്നിൽ കണ്ട ഒരു ചായക്കടയിൽ കയറി ഒരു ചായ എല്ലാം കുടിച്ചിരിക്കുന്ന സമയത്താണ് ആ കടക്കാരനോട് രാമേശ്വരത്തേക്കുള്ള ബസ്സിനെ കുറിച്ച് ചോദിച്ചത്. അപ്പം തന്നെ തൊട്ട് മുമ്പിലുള്ള ബസ് ആൾ ചൂണ്ടിക്കാണിച്ചു. ധൃതിയിൽ ചായ കുടിച്ചു, കാശും കൊടുത്തു. പെട്ടെന്ന് ഞാൻ ബസ്സിൽ ഓടിക്കയറി. ബസ്സിൽ കൂടുതൽ തിരക്കൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ സൈഡ് സീറ്റ് കിട്ടി. സ്ഥലങ്ങളിലെല്ലാം നല്ല വെള്ള മണൽ കാണാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഏകദേശം ബീച്ചിൻ്റെ അടുത്തെത്തിയെന്ന്. എന്തായാലും ബീച്ച് ഏകദേശം രണ്ട് സൈഡിലും നല്ല ബീച്ച് കഴിഞ്ഞ് തുടങ്ങുമ്പോഴേക്കും പാമ്പൻ പാലം എന്നറിയപ്പെടുന്ന ആ പ്രശസ്തമായ പാലത്തിൻ്റെ അടുത്തെത്തി. വല്ലാത്തൊരു ആവേശമുള്ള പാലം തന്നെയാണിത്. കാരണം ചെറുപ്പം മുതലേ പാമ്പൻ പാലം എന്ന് പറയുന്ന കേൾക്കുന്നതല്ലാതെ ഒരിക്കൽ പോലും അത് നേരിട്ട് കണ്ടിട്ടില്ല. വീഡിയോക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഡ്രൈവറുടെ അടുത്ത് തന്നെ പോയിരുന്നു. ഡ്രൈവർ നല്ല കമ്പനിയായിരുന്നു കേട്ടോ. തമിഴ്നാട്ടിൽ ഞാൻ വന്നപ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടുത്തെ ഡ്രൈവർമാരും കണ്ടക്ടർമാരൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് നല്ല കോപ്പറേറ്റീവ് തന്നെ ആയിരിക്കും. അവർ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൂടെ തരും നമുക്ക്. ഈ പാമ്പൻ പാലത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ പാലം ഉണ്ടാക്കിയിരിക്കുന്നത് 1914 ഏകദേശം 100-110 വർഷങ്ങൾക്ക് മുമ്പ്. മുംബൈയിലെ ബാന്ദ്ര വർലി സീലിംഗ് എന്ന് പറയുന്ന പാലം ഉണ്ടാക്കുന്നത് വരെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം പാമ്പൻ പാലമായിരുന്നു. ഇതിൻ്റെ ഏകദേശം നീളം എന്ന് പറയുന്നത് 2 കിലോമീറ്ററിനേക്കാൾ കൂടുതലാണ്. അത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരമൊരു പാലം ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന എഫേർട്ട് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ നമുക്ക്. അതിനേക്കാളും എന്നെ അതിശയിപ്പിച്ച ഒരു വേറെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 88 മീറ്ററോളം വീതിയിൽ ഇതിന് വലിയ ഷിപ്പുകൾക്ക് പോകാൻ വേണ്ടി ഇതിന് തുറന്നു കൊടുക്കാൻ പറ്റുന്ന സംവിധാനം കൂടെ അവരന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പാലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ആ കടലിൻ്റെ കാഴ്ചയും ഈ വലിയ എഞ്ചിനീയറിംഗ് വിസ്മയവും കണ്ട് ഈ ബസ്സിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ വല്ലാത്തൊരു നല്ലൊരു അനുഭൂതി തന്നെ തോന്നി. ഈ റെയിൽവേ പാലം ക്ലോസ് ചെയ്തിട്ട് ഏകദേശം 1.5 വർഷത്തോളമായി. ആ പഴയ പാലം ഇപ്പോഴും അതിൻ്റെ അടുത്ത് തന്നെയുണ്ട്. അത് സഞ്ചാരയോഗ്യമല്ലാത്തതുകൊണ്ട് അതിന് തൊട്ടടുത്ത് വേറെ ഒരു പാലം കൂടെ പണിയുന്ന തിരക്കിലാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയും അതിൻ്റെ അധികൃതർ. എന്തായാലും ഈ പാലത്തിൻ്റെ പണി കഴിഞ്ഞാൽ രാമേശ്വരം വരെ ഈ പാലത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. എന്തായാലും അത്തരമൊരു യാത്ര കൂടെ വരണം എന്നുള്ളൊരു ആഗ്രഹം അല്ലാതെ മനസ്സിലുണ്ട്. അങ്ങനെ നമ്മൾ രാമേശ്വരം എന്ന് പറയുന്ന ദ്വീപിലെത്തി. രാമേശ്വരം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. അവിടെ നിന്ന് പുറത്തിറങ്ങി ആദ്യം ഞാൻ പോയത് നമ്മുടെ ഈ രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ വളരെ ഫേമസ് ആയ ഒരു മഹാന്റെ നാട് കൂടെയാണല്ലോ ഇത്. യെസ്, APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ മ്യൂസിയവും വീടും ഒക്കെ ഇവിടെ അടുത്ത് തന്നെയാണ്. ആദ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കൊന്ന് പോയി നോക്കാം. ഒരു പ്രസിഡന്റിൻ്റെ അല്ലെങ്കിൽ ഒരു DRDO സയൻറ്റിസ്റ്റ് ആയിരുന്ന ഒരു വ്യക്തിയുടെ വീട് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അത്ര വലിയ വീടൊന്നും ആയിരുന്നില്ല. മധുരയിൽ വന്നാൽ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. ജിഗർതണ്ട എന്നറിയപ്പെടുന്ന ഈ ജ്യൂസ് ഏകദേശം നമ്മുടെ നോർത്തിലൊക്കെ നമ്മൾ ലസ്സി കിട്ടുന്ന അതുപോലെ തന്നെ ഒരു സ്പെഷ്യലായ ഒരു ഡ്രിങ്കാണ് കേട്ടോ. ഈ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രിങ്കാണ് ഇത്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല മധുരമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സാധനം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉഴുന്നുകാളി എന്നറിയപ്പെടുന്ന ഈ സാധനം ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഉഴുന്ന്, റാഗി തുടങ്ങിയ മില്ലറ്റ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ഫുഡാണ്. എന്തായാലും കുറഞ്ഞ മധുരവും ഒരു പ്രത്യേക ഒരു ടേസ്റ്റുമാണ് ഇതിന് തോന്നിയത്. ഈ പാലം കടന്നു കഴിഞ്ഞാൽ
കാണുന്ന ഒരു ദ്വീപാണ് ഈ രാമേശ്വരം എന്ന് പറയുന്നത്. അതിൻ്റെ തെക്കേ എൻഡിലുള്ള സ്ഥലമായിരുന്നു ധനുഷ്കോടി. സ്ഥലമായിരുന്നു എന്ന് ചുമ്മാ പറഞ്ഞതല്ല. ഈ ധനുഷ്കോടി എന്ന് പറയുന്ന സ്ഥലത്തിന് പേരിന് മാത്രം കുറച്ച് സ്ഥലം ബാക്കിയാക്കി ബാക്കിയെല്ലാം ഈ കാണുന്ന കടൽ തന്നെ ഒരു ദിവസം എടുത്തുകൊണ്ട് പോയതാണ്. അന്ന് വരെ ശാന്തമായി കണ്ടിരുന്ന ആ കടൽ 1964 ഡിസംബർ 22 അതിൻ്റെ പൂർവ്വശക്തിയിൽ ഇവിടുത്തുകാരുടെ മേലെ സംഹാര താണ്ഡവമാടി. ഈ പറയുന്ന ധനുഷ്കോടി എന്ന് പറയുന്ന സ്ഥലത്തെ കംപ്ലീറ്റ് ആയിട്ട് ആ കടൽ ക്ഷോഭം അന്ന് എടുത്തുകൊണ്ട് പോയി. എന്തിന് 115 ആൾക്കാരുമായി യാത്ര ചെയ്തിരുന്ന പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിനിനെ ആ സൈക്ലോൺ വെള്ളത്തിലേക്ക് എടുത്തെറിഞ്ഞു. അന്ന് ഓൺ ബോർഡിലുണ്ടായിരുന്ന 115 പേരും അവരുടെ അവസാന യാത്രയായി മാറിയത്. 1000-ലധികം ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതിനുശേഷം ഇന്ത്യ ഗവൺമെൻറ് ഈ സ്ഥലത്തെ മനുഷ്യവാസയോഗ്യമല്ല എന്ന് തീർപ്പെഴുതി ഇവിടെ നിന്നും ബാക്കിയുള്ളവരെല്ലാവരും ഈ നാട് വിട്ടു പോവുകയായിരുന്നു. ഇന്നും അന്ന് ആ നാശത്തിൽപ്പെട്ട് ബാക്കി കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങൾ ഇപ്പോഴും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് കാണുന്ന ഈ ചർച്ചും അന്ന് ആ നാശത്തിൻ്റെ ബാക്കിയായി കിടക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. അടുത്ത കാലത്തായിട്ടാണ് ഈ കാണുന്ന റോഡ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ടൂറിസ്റ്റുകൾക്ക് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ റോഡാണ്. ഇവിടെ കുറച്ച് പേര് മത്സ്യബന്ധനത്തിന് വേണ്ടി വരുന്ന ആൾക്കാരുടെ താമസം മാറ്റി നിർത്തിയാൽ ബാക്കി ആരും തന്നെ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നില്ല. എല്ലാവരും ടൂറിസത്തിനും മറ്റു കാര്യങ്ങൾക്കും ഇവിടെ വന്നതിന് ശേഷം വൈകുന്നേരം തിരിച്ച് ഇവിടെ നിന്ന് രാമേശ്വരത്തേക്ക് പോവുകയാണ് പതിവ്. ഇവിടുത്തെ വെള്ളത്തിന് വല്ലാത്തൊരു പ്രത്യേകതയാണ് കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളമാണ്. നമ്മുടെ അറബിക്കടലിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായ മുത്തുപോലെയുള്ള നല്ല കളറുള്ള വെള്ളമാണ് കേട്ടോ ഇവിടുത്തത്. അതും ഇവിടുത്തെ തിരമാലയും ഈ സ്ഥലമെല്ലാം കാണുമ്പോൾ വല്ലാത്തൊരു നല്ലൊരു ഭംഗിയുള്ള സ്ഥലം. അതുകൊണ്ടാവാം യാത്രക്കാർ, റൈഡേഴ്സും അതുപോലെ സൈക്കിൾ യാത്രക്കാർ പോലും ഇവിടെ വളരെ അത്രയും എഫേർട്ട് ഇട്ടിട്ട് ഇവിടെ വന്നു പോകുന്നത്. ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പേഴ്സണൽ വണ്ടിയിൽ വരുന്നവർക്ക് ഏറ്റവും നല്ലത് രാവിലെയോ വൈകുന്നേരമോ വരുന്നതാണ്. ഉച്ച സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നല്ല ചൂടാണ്. അതുപോലെ തന്നെ കൂടുതൽ കയറി നിൽക്കാനുള്ള സ്ഥലങ്ങളൊന്നും ഇവിടെ ഇല്ല. നമ്മൾ രാമേശ്വരം ധനുഷ്കോടി കാണുന്ന അതുപോലെയുള്ള ഒരു ഐലൻഡ് ശ്രീലങ്കയിലുണ്ട്, മാന്നാർ ഐലൻഡ്. അവിടേക്ക് ഇവിടെ നിന്നുള്ള ദൂരം ഏകദേശം 30 കിലോമീറ്ററാണ്. ഇവിടെ നിന്ന് ബൈനോക്കുലർ വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ആ സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. Sri Lanka 32 kilometer. Yeah, sir, 32 kilometer. 30 kilometer. മാപ്പിൽ പോലും നമ്മൾ ഈ സ്ഥലത്തെ കാണുമ്പോൾ വളരെ വീതി കുറഞ്ഞ ഒരു സ്ഥലം മാത്രമായിട്ടാണ് നമ്മളെപ്പോഴും കാണുന്നത്. മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും എൻഡിലുള്ള ഈ കോർണറിലേക്ക് യാത്ര ചെയ്യുന്നത്. പല ഭാഗങ്ങളിലും ഒരുപാട് ദൂരെ പോയി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരം ഒരു സ്പെഷ്യൽ കൂടെ ആ സ്ഥലത്തിനുണ്ടെങ്കിൽ വല്ലാത്തൊരു ആവേശം തന്നെയായിരിക്കും ആ യാത്രക്ക്.
ഈ സ്ഥലത്തിൻ്റെ സെൻറ്ററിൽ ഒരു അശോക സ്തംഭവും ഒരു സർക്കിളുമാണ് ഇതിൻ്റെ ഏറ്റവും എൻ്റെ എന്ന് പറയുന്ന സ്ഥലം. ഇതൊന്ന് നിങ്ങൾ മാപ്പിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി. കുളിക്കുന്നവർക്കും മറ്റും എൻജോയ് ചെയ്യുന്നവർക്ക് നല്ല ബീച്ച് തന്നെയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. പക്ഷേ കുളിക്കാൻ ഇറങ്ങുന്നതും അത്തരം കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ചിറങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. വലത് സൈഡിൽ നമുക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തെയും ഇടത് ഭാഗത്ത് നമുക്ക് ബംഗാൾ ഉൾക്കടലിനെയും കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ധനുഷ്കോടി എന്ന് പറയുന്ന അല്ലെങ്കിൽ രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലം. ഒരു സ്ഥലം കാണുമ്പോൾ സന്തോഷമാണ് സാധാരണ നമുക്ക് വരുന്നെങ്കിലും ഇവിടെ വരുമ്പോൾ സന്തോഷത്തിലെ അപ്പുറത്തേക്ക് ഒരു മൂകത പോലും ഇവിടെ ഒരു ഫീൽ ചെയ്യുന്നു. പ്രത്യേകിച്ചും വയനാട് ദുരന്തം കഴിഞ്ഞ് വളരെ കുറച്ച് ദിവസമായുള്ളതുകൊണ്ട് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ വന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ മനസ്സിനുള്ളിൽ വല്ലാതെന്തൊരു സങ്കടം പോലെയാണ്. എന്തായാലും അടുത്ത ഒരു നല്ല ട്രാവൽ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ഗുഡ് ബൈ.